നമസ്കാരം, ഞാൻ ശ്രീകുട്ടി ശ്രീകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. ഓട്ടം നിലച്ച പാളങ്ങൾ. അങ്കമാലിക്ക് സമീപം ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് നിലച്ച ഗതാഗതം പൂർവ്വസ്ഥിതിയിലാകാൻ വൈകും. 20 ട്രെയിനുകൾ റദ്ദാക്കിയതായും 5 എണ്ണം വഴിതിരിച്ചു വിട്ടതായും റെയിൽവേ. കറുകുറ്റിയിൽ പുലർച്ചെ പാളം തെറ്റിയത് മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിന്റെ 12 ബോഗികൾ. യാത്രക്കാർക്ക് പരിക്കില്ല. അപകടത്തിനിടയാക്കിയത് പാളത്തിലെ വിള്ളലെന്ന് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം നടത്തും. AC കോച്ചുകൾ ഉൾപ്പെടെ എക്സ്പ്രസ് ട്രെയിനിന്റെ 12 ബോഗികൾ പാളം തെറ്റിയത് പുലർച്ചെ 2:30-ഓടെ. തിരുവനന്തപുരം ഭാഗത്തു നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകൾ ഇന്ന് സർവീസ് നടത്തുക ഈറോഡ് വഴി. റൂട്ട് മാറ്റിയത് മുംബൈ, ഗോരഖ്പൂർ, ഹൈദരാബാദ്, നാഗർകോവിൽ, ബാംഗ്ലൂരു എക്സ്പ്രസുകൾ. ആലപ്പുഴ, ധൻബാദ് എക്സ്പ്രസും ഈറോഡ് വഴി സർവീസ് നടത്തും. നിലപാട് ഉറപ്പിക്കാൻ സ്വാശ്രയം. മെഡിക്കൽ പ്രവേശന വിഷയത്തിൽ നിലപാട് തീരുമാനിക്കുന്നതിനായി സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷന്റെ യോഗം ഇന്ന് കൊച്ചിയിൽ. സർക്കാരിന് സീറ്റ് വിട്ടു നൽകുന്നതിലും ഫീസ് നിർണയത്തിലും ചർച്ച. നിർണായക യോഗം നാളെ ആരോഗ്യമന്ത്രിയുമായി നടക്കുന്ന കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ. മുഴുവൻ സീറ്റുകളും ഏറ്റെടുത്ത് സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയെങ്കിലും ചർച്ചയിൽ മാനേജ്മെന്റുകളോട് സർക്കാർ മൃദു സമീപനം പുലർത്താൻ ഇടയില്ലെന്ന് സൂചന. നാളത്തെ ചർച്ചയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി. ഹൈക്കോടതി വിധിയിൽ അവ്യക്തത എന്നും പിണറായി. മാണിയെ ആർക്കു വേണം? ബാർക്കോഴ കേസിൽ വഴിത്തിരിവായി തുടരന്വേഷണ ഉത്തരവുണ്ടായതോടെ KM മാണിയെ തള്ളി ഇടതു വലതു മുന്നണികൾ. പ്രശ്നാധിഷ്ഠിത സഹകരണ നീക്കം ഉപേക്ഷിച്ച് CPM-ഉം തുടരന്വേഷണത്തെ സ്വാഗതം ചെയ്ത് NDA-യും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് കോടിയേരി. രാവിലെയും വൈകിട്ടും നിലപാട് മാറ്റുന്നവരെ വിശ്വസിക്കാനാവില്ലെന്ന് വിജിലൻസ് SP R സുകേഷിനെ ഉദ്ദേശിച്ച് രമേശ് ചെന്നിത്തല. കേസിൽ ഉമ്മൻചാണ്ടിയുടെയും രമേശിന്റെയും പങ്കിനെ കുറിച്ചുകൂടി അന്വേഷണം വേണമെന്ന് VS. കുഴഞ്ഞു മറിഞ്ഞും കുരുക്കുകൾ മുറുക്കിയും ബാർ കേസിന്റെ തുടർക്കഥ. തണുപ്പ് തേടുന്ന താഴ്വര. കശ്മീർ പ്രതിസന്ധി 50 ദിവസം പിന്നിടുമ്പോഴും പരിഹാര സാധ്യത അകലെ. സംഘർഷത്തിന് അയവ് വരുത്താൻ സർവകക്ഷി സംഘം ഒരാഴ്ചയ്ക്കകം കശ്മീരിലേക്ക്. ഹുറിയത്ത് കോൺഫറൻസ് ഉൾപ്പെടെ വിഘടനവാദികളുമായും ചർച്ച. അതിനിടെ കശ്മീരിൽ ഗവർണർ NN വോറയെ മാറ്റാൻ കേന്ദ്ര നീക്കമെന്നും സൂചന. വിഘടനവാദികളുമായി ചർച്ചയ്ക്കില്ലെന്ന നിലപാട് മാറ്റിയ മോദി സർക്കാർ കശ്മീർ വിഷയത്തിൽ ഇനി സ്വീകരിക്കുക UPA സർക്കാരിന്റെ മധ്യസ്ഥ സമിതി എന്ന തന്ത്രം. പ്രശ്നം തണുപ്പിക്കാൻ അനുരഞ്ജനത്തിലൂടെ ജനവിശ്വാസം നേടിയെടുക്കുക മാത്രം പോംവഴിയെന്ന് മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി. വിഘടനവാദികൾക്കൊപ്പം പാകിസ്ഥാനുമായും കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും മെഹബൂബ. അതേസമയം കശ്മീർ വിഷയം രാജ്യാന്തര തലത്തിൽ ഇന്ത്യക്കെതിരെ ഉയർത്തിക്കാട്ടാൻ നടപടികളുമായി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. വിഷയത്തിൽ പാക് വാദം പ്രചരിപ്പിക്കാൻ 22 MP-മാരുടെ സംഘത്തെ നിയോഗിച്ചതായി റിപ്പോർട്ട്. കശ്മീർ പ്രശ്നത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മനസാക്ഷി ഉണർത്താൻ വിദഗ്ധ സമിതിക്ക് കഴിയുമെന്നും ഷെരീഫ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2900 രൂപ, പവൻ 23,200 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.